ഇന്നത്തെ നമ്മുടെ ഈ അമൃതസ്പർശം പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമൃതയിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 1400 റിസീവ് ചെയ്ത ആൾക്കാർ, അതായത് ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ ലിവർ റിസീവ് ചെയ്ത ആൾക്കാർക്കും അവർ ലിവർ ഡൊണേറ്റ് ചെയ്ത ആൾക്കാരും ചേർന്നുള്ള ഒരു സംഗമമാണ്. നമ്മളുടെ ഒരു മരണത്തിന് ശേഷം നമ്മളുടെ ബോഡി കൊണ്ടൊന്ന് കത്തിച്ചു കളയോ കുഴിച്ചിടുകയോ ചെയ്യുന്നതിന് പകരം 8 ജീവനുകൾ നൽകാനായിട്ട് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന 8 ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഒരു ടാഗ് ലൈൻ തന്നുള്ളത്, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു കയ്യൊപ്പ് ചാർത്തി വിട വാങ്ങാതെ ഇവിടെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിൽ കൂടെ ജീവിക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എൻ്റെ മോള് ഇവിടെ കഴിഞ്ഞ വർഷം ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞ് മോളിപ്പോൾ സുഖമായിട്ട് വരുന്നു. കുഴപ്പമൊന്നുമില്ല, അവൾ നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു. മോളുടെ അച്ഛൻ അവൾക്ക് കരള് പകുത്ത് നൽകിയത്. മോൾക്ക് ഏകദേശം ഒരു 10 ദിവസം പ്രായമുള്ളപ്പോൾ മുതൽ നമ്മളിവിടെ അമൃത ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വരുന്നതാണ്. ഇവിടെ തന്നെ പീഡിയാട്രിക് സർജറിയിൽ നമ്മുടെ നവീൻ സാറായിരുന്നു നമ്മുടെ മോളുടെ ആദ്യത്തെ സർജറി. ചെറിയൊരു കസായി എന്ന് പറഞ്ഞിട്ടൊരു ചെറുതല്ല, അത്യാവശ്യം ഒരു മേജർ സർജറി തന്നെയായിരുന്നു മോൾക്ക് നടത്തിയത്. പിന്നെ അവിടെ നിന്ന് അതിനുശേഷം പീഡിയാട്രിക് സർജറിയുടെ അണ്ടറിലും പീഡിയാട്രിക് ഗ്യാസ്ട്രോ ഭാനു സാറിന്റെ അണ്ടറിലും ഫോളോ അപ്പ് നടത്തി ഇങ്ങനെ വരികയായിരുന്നു. പിന്നെ മോൾക്ക് അതിനെ തുടർന്ന് കുറച്ച് ഇഷ്യൂസ് കൂടി വന്നപ്പോൾ ട്രാൻസ്പ്ലാന്റ് അല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ല എന്നുള്ളൊരു സ്റ്റേജ് വന്നപ്പോൾ നമ്മളിവിടെ തന്നെ GI സർജറി വിഭാഗത്തിൽ സുധീന്ദ്രൻ സാറിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുകയുണ്ടായി. അപ്പോൾ സാറിന്റെ നിർദ്ദേശാനുസരണം നമ്മൾ കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബറിൽ ട്രാൻസ്പ്ലാന്റ് നടത്തി. കുഴപ്പമൊന്നുമില്ല, മോള് വളരെ മിടുക്കിയായിട്ടിരിക്കുന്നു ഇപ്പോൾ.